രാജ്യത്തെ 8.5 ലക്ഷം മ്യൂൾ അക്കൗണ്ടുകൾ പൂട്ടിച്ച് CBI. 5 സംസ്ഥാനങ്ങളിൽ 42 കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് നടപടി. അനധികൃത പ്രവർത്തനങ്ങൾക്കായി ആളുകളുടെയോ സ്ഥാപനങ്ങളുടെയോ കയ്യിൽ നിന്നും വാടകയ്ക്കെടുക്കുന്ന ബാങ്ക് അക്കൗണ്ടാണ് മ്യൂൾ അക്കൗണ്ട്. വിവിധ ബാങ്കുകളുടെ 700-ലധികം ബ്രാഞ്ചുകളിലാണ് തട്ടിപ്പ് നടന്നത്. സംഭവത്തിൽ 10 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇവരുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഇത്തരം മ്യൂൾ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് വ്യാപകമായ തട്ടിപ്പുകൾ നടത്തുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. ഈ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് CBIയുടെ തുടർ നടപടികൾ, അല്ലേ? കെ പി പറഞ്ഞതുപോലെ രാജ്യത്താകെ വലിയ തോതിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പുകളായിരുന്നു നടന്നിരുന്നത്. ഇതിൽ വിവിധ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് CBIക്ക് ലഭിച്ച ചില വിവരങ്ങളുടെ സൂചനകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്താകെ 8.5 ലക്ഷം മ്യൂൾ അക്കൗണ്ടുകൾ, അതായത് പൂർണ്ണമായും വ്യാജമായി നിർമ്മിച്ച് അനധികൃത സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി മാത്രമായി തുടങ്ങുന്ന അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നത്. ഈ അക്കൗണ്ടുകളാണ് 8.5 ലക്ഷം അക്കൗണ്ടുകൾ CBI പൂട്ടിച്ചിരിക്കുന്നത്. മാത്രമല്ല 5 സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ റെയ്ഡുകൾ CBIയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ആ റെയ്ഡുകൾക്ക് ശേഷമാണ് തുടർ നടപടികളും ഉണ്ടായിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലെ 42 കേന്ദ്രങ്ങളിലായിട്ടാണ് CBIയുടെ റെയ്ഡ് നടന്നിരിക്കുന്നത്. ഈ റെയ്ഡിനെ തുടർന്ന് 10 പേർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ കസ്റ്റഡിയിലെടുത്ത ആളുകളിൽ ഏജന്റുമാരുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെയെല്ലാം ഇടനിലക്കാരായി നിന്ന മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. ഒപ്പം തന്നെ ചില ബാങ്ക് ജീവനക്കാരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാരണം ബാങ്ക് ജീവനക്കാരുടെ കൂടി അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള മ്യൂൾ അക്കൗണ്ടുകൾ തുടങ്ങിയിരുന്നത്. സാധാരണ ആളുകൾ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ തങ്ങളുടെ അക്കൗണ്ടുകൾ വഴി നടത്താത്ത സാധാരണ ആളുകളുടെ അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്തുകൊണ്ടാണ് വലിയ തോതിലുള്ള സാമ്പത്തിക അക്കൗണ്ട് ഈ ക്രമക്കേട് പ്രധാനമായും നടത്തിയിരുന്നത്. അങ്ങനെ അവരുടെ എല്ലാം അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് വലിയ പണം വരുന്നു. ആ പണം പിന്നീട് പിൻവലിക്കുകയുമായിരുന്നു ഈ സാമ്പത്തിക തട്ടിപ്പുകാർ ചെയ്തിരുന്നത്. അത് ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകൾ, ഒപ്പം തന്നെ UPI തട്ടിപ്പുകൾ, മറ്റ് ആളുകളെ ഭീഷണിപ്പെടുത്തി സൈബർ ഭീഷണികളിലൂടെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവയിലൂടെ ലഭിച്ച പണം തന്നെയായിരുന്നു ഇങ്ങനെ മ്യൂൾ അക്കൗണ്ടുകൾ വഴി നിക്ഷേപിച്ചത് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് CBI കടന്നിരിക്കുന്നത്. KP, കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.